സോ നമുക്ക് ബാക്കി വിശേഷം കൂടി കണ്ടിട്ട് വന്നാലോ. അതായത് നമ്മളിത് അവിടെ രാത്രി ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി രാവിലെ എണീക്കുമ്പോഴുള്ള സീനാണ് കേട്ടത്. ചുറ്റും നല്ല മഞ്ഞ് മൂടിയ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. പിന്നെ പറയാൻ വിട്ടുപോയതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു AC ഒന്നുമില്ല കേട്ടോ ഈ റൂമിൽ. പക്ഷെ നല്ല തണുപ്പാണ്, നല്ല കൂളിംഗ് ആണ്. അങ്ങനെ ഞാൻ ആദ്യം എണീറ്റിട്ട് ഞാനൊന്ന് പുറത്തേക്കൊക്കെ പോയി നോക്കിയപ്പോൾ ഇത് ചിലന്തി വലയൊക്കെ ഇങ്ങനെ ഉണ്ട് കേട്ടോ. നല്ല രസമായിരുന്നു കാണാൻ അതൊക്കെ. പിന്നെ അതിന് ഓരോ ടൈമിംഗ് ഉണ്ട് അവിടെ, അതായത് ബേർഡ് വാച്ചിങ്ങിന്, സൺറൈസ് കാണാനൊക്കെ. സൺറൈസ് കാണാൻ നമ്മൾ എണീറ്റിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ബേർഡ് വാച്ചിങ് എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഇറങ്ങിപ്പോയി നോക്കാൻ വേണ്ടി. പിന്നെ തലേദിവസം ഉറങ്ങാൻ നല്ലോണം വൈകുന്നതുകൊണ്ട് തന്നെ ബേർഡ് വാച്ചിങ്ങിന് പോയപ്പോൾ വീട്ടിൽ പോയി ഇരുന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതൊന്നും കാണാൻ പറ്റിയിട്ടില്ല. എന്നാലും അവിടുത്തെ പ്രകൃതിയൊക്കെ ഒന്ന് ആസ്വദിച്ച് ആ ഒരു നല്ല ഇളം തണുപ്പിൽ നല്ലൊരു കൂളിംഗ് ആയിരുന്നു കേട്ടോ. ഭയങ്കര റീഫ്രഷ് ആയ ഒരു ഫീലായിരുന്നു. നല്ല രസമായിരുന്നു ആ ഒരു സ്ഥലവും ആ ഒരു ക്ലൈമറ്റും ഒക്കെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങുമ്പോൾ ഒരു പൂളുണ്ടായിരുന്നു അവിടെ നിന്ന് കുറച്ച് നേരം ഇറങ്ങണോ വേണ്ടിയോ എന്ന് കുറച്ച് നേരം നിന്ന് പിന്നെ ഏട്ടൻ കുറച്ച് ഇറങ്ങി ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അതിന് ശേഷം വീണ്ടും നമ്മൾ റെഡിയായി. നമ്മളിത് തിരിച്ച് ഇന്ന് തന്നെ പോവുകയാണ്. ഇനി നിൽക്കാൻ സമയമില്ല. ഇന്ന് വൈകുന്നേരം എനിക്ക് ചെന്നൈയിലേക്ക് ട്രാവൽ ചെയ്യേണ്ടതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് റെഡിയായി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് പോവുകയാണ്. അപ്പോൾ നമ്മളെ വയനാട് യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. പോകുമ്പോൾ തന്നെ നമ്മൾ ഒന്നുകൂടി ആ വ്യൂ ഒക്കെ ഒന്നുകൂടി ക്യാപ്ചർ ചെയ്തു. പിന്നെ അത് നമ്മളെ മറ്റേ ടീ പ്ലാന്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അത് പോകുന്ന വഴിക്കാണ്. അവിടെ ഒന്ന് ഇറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമായിരുന്നു അതും കൂടി കഴിഞ്ഞ് നമ്മൾ വയനാടിനോട് സലാം പറയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.